എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാം കേട്ടോ. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Pentacles, Two of Pentacles, Justice, Ace of Swords, Judgment, and last Three of Wands energy connections ആണ്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില പര്യവസാനങ്ങളും ചില തീരുമാനങ്ങളും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ കുറച്ച് സംഘർഷം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രഷറൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വീണ്ടും ഒരു പുനർചിന്തനം നടക്കാനുള്ള ഒരു സാധ്യതയാണ്. അത് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും ബന്ധങ്ങളിൽ സാമ്പത്തികം എങ്ങനെ നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാവാം. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണത് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഡിവോഴ്സ് സിറ്റുവേഷൻ ആയിരിക്കാം ഹസ്ബൻഡ് വൈഫ് തമ്മിൽ. അപ്പോൾ അതും ബന്ധപ്പെടുത്തി അലിമണിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൊടുക്കൽ വാങ്ങലുകളുടെ കണക്ക് പറച്ചിലുകൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ ഞാൻ ഇത്ര ചിലവാക്കുന്നു നീ ഇത്ര ചിലവാക്കുന്നു അങ്ങനെയുള്ള ചിന്തകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലായിരിക്കാം. അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിലോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച വ്യക്തിയുടെ അച്ഛനമ്മമാരോ സഹോദരങ്ങൾ, അങ്ങനെ ബന്ധങ്ങളുടെ ഇടയിൽ കൊടുക്കൽ വാങ്ങലുകൾ സാമ്പത്തികം ഒരു പ്രശ്നമായിട്ട് വരിക, അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ച ചെയ്യലുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ കാരണം ചില വ്യക്തികൾ, അതിപ്പോൾ നിങ്ങളുടെ സ്വന്തം രക്തബന്ധമായാലും ആരായാലും നിങ്ങളോട് എത്ര അടുപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ചില സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബന്ധങ്ങൾ വേറെ സാമ്പത്തികം വേറെ, ബിസിനസ്സും പേഴ്സണൽ ലൈഫും മാറ്റി വയ്ക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ ബിസിനസ്സുകൾ തമ്മിൽ നിങ്ങൾ ഫാമിലി ബിസിനസ് ആണെങ്കിൽ അത് സിറ്റുവേഷൻസ് അനുസരിച്ച് മനസ്സിലാക്കുകയും അത് സെപ്പറേറ്റ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഭാവിയിലേക്കുള്ള ഒരു അടിത്തറ പാകുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഒറ്റയ്ക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടില്ല ഇപ്പോൾ ജോയിൻ്റ് അക്കൗണ്ടിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും ബാങ്ക് അക്കൗണ്ട്, നിങ്ങൾ സ്വന്തമായിട്ടൊരു സെപ്പറേറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ സൃഷ്ടിക്കുന്ന ഒരു മാസം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് എനർജിയാണ്. പക്ഷേ ഈ സമയത്ത് കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന് മുമ്പെടുത്ത തീരുമാനങ്ങൾ ശരിയാവാത്തത് കൊണ്ടാണ്. എല്ലാം അങ്ങനെ ഒരുമിച്ച് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സാമ്പത്തിക സുരക്ഷിതത്വം വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഘർഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പുതിയ ജോലിയിലേക്ക് കടക്കുമ്പോൾ പുതിയ ജോലി എങ്ങനെയാണ്, അതിൽ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള കാര്യത്തിലൊരു സ്ട്രെസ് ഉണ്ടാവും. ഒത്തിരി എന്താ പറയുക ബാലൻസ് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈവൻ ദോ ലൈഫ് ജഗിൾ ചെയ്യുന്ന, അതായത് ചില കാര്യങ്ങളിൽ പൊതുവിൽ സാമ്പത്തികം സുരക്ഷിതത്വമാണെങ്കിൽ കൂടിയും നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തികം നമ്മളിപ്പോൾ ഒരിടത്തല്ലാതെ പല വഴികളിലേക്ക് ഇന്ന കാര്യത്തിന് ഇന്നത് ഇത്ര രൂപ എന്നുള്ള നിങ്ങൾ മാറ്റി വയ്ക്കാൻ, ബഡ്ജറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുകയാണ്. ഫിനാൻസ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പഠിക്കുന്നു എന്നുള്ളതും, ചില ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ജോലി നിർത്തി പുതിയ ജോലിയിലേക്ക് കടക്കുന്നതാവാം. അപ്പോൾ പുതിയ ജോലിയിലേക്ക് കയറുമ്പോൾ ഉള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ വീട് മാറുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ചില ആളുകൾ. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറുന്നു, ഇപ്പോൾ ജോലി മാറുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഇപ്പോൾ വീട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആവാം സൂചിപ്പിക്കുന്നത്. അപ്പം എന്തായാലും സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങൾ. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, വീട്ടമ്മമാരെ സംബന്ധിച്ച്, അതായത് വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്ന പുറത്ത് പോയിട്ട് ജോലി ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഈ ഒരു സമയം എന്ന് പറയുന്നത്
നിങ്ങളുടെ കുറച്ച് സാമ്പത്തികം, അതായത് നിങ്ങളുടേതായിട്ടുള്ളൊരു സമ്പാദ്യം ഇല്ലാത്തവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത്. കയ്യിൽ അങ്ങനെ നീക്കിയിരിപ്പൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് പക്ഷേ അതൊരു അഭിമാനമായിട്ട് കാണാതെ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് കാര്യം പറയുക. അതൊരു അഭിമാനക്കുറവ് കാണാതെ ഇരുന്നാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് നിങ്ങളുടെ മക്കളോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരാണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് തൽക്കാലം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതാണ്. കാരണം ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനക്ഷതം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രത്യേകിച്ച്. ഇനി അഥവാ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ച് പിന്നെ തിരിച്ചു കൊടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആവാം. പിന്നെ ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ഇത് കർമ്മയാണ് സൂചിപ്പിക്കുന്നത്, കർമ്മഫലമാണ്. ചെയ്ത കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ നൂലാമാലകളിലൊക്കെ പെട്ടിട്ടുണ്ട്, നിയമവിരുദ്ധമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം പൊതിച്ചു മൂടി അല്ലെങ്കിൽ അടച്ചു വച്ചിരിക്കുകയാണെന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ അടച്ചു വച്ചിരിക്കുകയല്ല, അത് അല്ലെങ്കിൽ പൊതിച്ചു മൂടിയിട്ടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫലം ഈ ഒരു സമയത്ത് ലഭിച്ചേക്കാം. പ്രത്യേകിച്ച് അറിഞ്ഞുകൊണ്ടിട്ട് മറ്റൊരാളെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് മറ്റൊരാൾ അതിനുള്ള ഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് പുറത്തേക്ക് വരുന്നുണ്ടാവാം. നിങ്ങൾ അതിനുള്ള കോൺസിക്വൻസസ് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളോ പ്രായശ്ചിത്തങ്ങളോ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഇനി നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവറിൽ നല്ല വിധി വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് കർമ്മയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിദ്യാഭ്യാസം പഠന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസാണ്. കാര്യങ്ങൾ ഭയങ്കര അമിതമായിട്ടുള്ള ചിന്തയാണ്. അപ്പോൾ ഓവർ തിങ്കിങ്, ഓവർ അനലൈസിങ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ജീവിതം സുഖമായിട്ട് പോകും. ചിന്തിക്കുന്നത് നല്ലതാണ്, ആലോചിച്ച് ചിന്തിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കാം. പക്ഷെ ഓവർ അനലൈസ് ചെയ്യുക, ഓവർ തിങ്കിങ് ഒന്നും നല്ലതല്ല. അത് നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും കൂട്ടാനാണ് സഹായിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക, ചിന്തിക്കുക എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ഷാർപ്പ് മെമ്മറിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണ്. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫിൽ എവിടെയാണ് സെൽഫ് അനലൈസ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുന്നത്. സ്വയം നിങ്ങൾ അവലോകനം ചെയ്തിട്ട് നിങ്ങൾക്കൊരു ചില കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വയമേ നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കുകയാണ്. കാരണം ഇവിടെ ഒരു എനർജി കാണിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു ആത്മസംഘർഷം, അല്ലെങ്കിൽ നിങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെയുള്ളൊരു ചിന്ത. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്, നിങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളെ വേണ്ടെന്ന് പറയാതിരിക്കുക. നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ മാപ്പ് കൊടുക്കുക എന്നുള്ളത്. കാരണം ഇതൊരു പക്ഷേ ചെറുപ്പത്തിൽ സംഭവിച്ച എന്തെങ്കിലും ആയിരിക്കാം. മറ്റുള്ളവരുടെ നിങ്ങളുടെ തലയിൽ നിങ്ങൾ വലിയ തെറ്റ് ചെയ്തു എന്നുള്ളത് എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. സ്വയം നിങ്ങൾ മനസ്സിലാക്കുന്നൊരു ദിവസം അല്ലെങ്കിൽ സമയമാണ് ഈ ഒരു മാസം. 3 of Wands എനർജി കണക്ഷൻസ് ആണ്. വിദേശത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ റെഡിയാവുന്ന, അതായത് വെയിറ്റ് ചെയ്യുകയാണ് വിസ, വർക്ക് പെർമിറ്റ് കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്യുന്നവർ, വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് റെസിഡൻസ് പെർമിറ്റ് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ, സ്റ്റുഡൻറ്റ് വിസ കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലൈഫിൽ പല കാര്യങ്ങളും, ലൈഫ് പേർപ്പസ് തന്നെ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം.
അപ്പോൾ വിദേശവാസ യോഗമുള്ളൊരു സമയമാണ് മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങൾ. അതിൻ്റെ തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും റെഡിയാകുന്ന ഡോക്യുമെൻറ്റേഷനൊക്കെ റെഡിയാകുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.